ഈ കാണുന്നത് പലതരത്തിലുള്ള ഇഥർനെറ്റ് കേബിളുകളാണ്. അപ്പോൾ ഇത്തരം കേബിളുകളിൽ എപ്പോൾ വാങ്ങണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് റിക്വയർമെൻറ്റ് വരുന്ന കേബിളുകളെന്ന് നമ്മൾ കസ്റ്റമർ ആയാലും ശരി അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആയാലും ശരി ഏതൊക്കെ കേബിളുകളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിനകത്ത് പറയുകയാണെങ്കിൽ കാറ്റ് 5 ഉണ്ട്, കാറ്റ് 6 ഉണ്ട്, കാറ്റ് 6A ഉണ്ട്, കാറ്റ് 6ൻ്റെ ഔട്ട്ഡോർ കേബിളുകളുണ്ട്, ആർമേഡ് കേബിളുകളുണ്ട്, CCTV കേബിള് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇഥർനെറ്റ് കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യം തന്നെ അത് കൊടുത്തേക്കുന്നത് കാറ്റ് 5E ആണ്. കാറ്റ് 5E കേബിളാണ് ഈ കാണുന്നത്. അതായത് കാറ്റ് 5E എന്ന് പറയുമ്പോൾ കാറ്റ് 5നേക്കാളും കൂടിയ കേബിളാണ്. അതായത് കാറ്റ് 5ൽ നമുക്ക് ഒരു 100 Mbps വരെയാണ് കണക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ കാറ്റ് 5Eയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 1 Gbps വരെ കണക്ഷൻ ഈ ഒരു എഥർനെറ്റ് കേബിളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് കാറ്റ് 5Eയിൽ നമുക്കൊരു 1 Gbps വരെയുള്ള കണക്ഷൻസൊക്കെ ഷോർട്ട് റേഞ്ചിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നോർമലി പറയുന്ന പോലെ തന്നെ കാറ്റ് കേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാറ്റ് 5E ആണെങ്കിൽ 100 മീറ്റർ വരെ മാക്സിമം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വലിക്കാനായിട്ടും സാധിക്കും. അതാണ് കാറ്റ് 5E കേബിളുകൾ. നമ്മൾ നോർമലി നമ്മളൊരു വർക്കിന് മേടിക്കുമ്പോൾ നമ്മളിപ്പോൾ നോർമലി എല്ലാവരും കാറ്റ് 6 കേബിളുകളാണ് മേടിക്കുന്നത്. ഈ കാണുന്നതാണ് കാറ്റ് 6 കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകത കാറ്റ് 5ൽ നിന്നും പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിന് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബീഡിങ് അതിൻ്റെ സെൻട്രലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫറൻസ് കുറക്കും. അതായത് ഈ ഒരു ട്വിസ്റ്റർ പെയർസ് ഇതെല്ലാത്തിലും ഈ നമ്മൾ കാണുന്ന പോലെ തന്നെ 4 പെയർ അതായത് 8 വയറുകളാണ് വരുന്നത്. എന്നാലും ഈ കാണുന്നതിൽ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ട്വിസ്റ്റർ പെയർസ് തമ്മിലുള്ള കൂട്ടിമുട്ടാതിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻ്റർഫറൻസ് കുറയുന്നത് മൂലം നമുക്ക് നല്ലൊരു സ്പീഡ് ലഭിക്കും. കാറ്റ് 6ൽ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 GB സ്പീഡ് വരെയൊക്കെ നമുക്ക് കാറ്റ് 6ൽ നമുക്ക് ലഭിക്കും. 1 Gbps ആണ് ബാക്കി നോർമലി പറയുന്നത്. അതായത് 100 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നമുക്ക് ഇത് വലിക്കാനായിട്ട് സാധിക്കും. നോർമലി കാറ്റ് 6 കേബിളാണെങ്കിലും 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്കിത് വലിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കാറ്റ് 6 കേബിൾ കാറ്റ് 5ൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബീഡിങ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കാറ്റ് 6 കേബിളിൽ തന്നെ പെടുന്ന കാറ്റഗറീസാണിത്. അപ്പോൾ കാറ്റ് 6 തന്നെ കുറച്ചുകൂടി കൂടിയ കേബിൾ, അതായത് കുറച്ചുകൂടി നമ്മൾ ഇത്തിരി ഡിഫിക്കൽട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ വലിക്കുന്നതെന്നുണ്ടെങ്കിൽ കാറ്റ് 5ൽ തന്നെ കുറച്ചും കൂടി കട്ടി കൂടിയ ഒരു കേബിളാണ് കാറ്റ് 5E എന്ന് പറഞ്ഞ കേബിൾ. ഇതിനൊത്തിരി വണ്ണം കൂടുതലായിരിക്കും. കേബിളിന് മുതൽ തന്നെ കോപ്പറിനൊക്കെ നല്ല വളരെ കട്ടി കൂടുതലായിരിക്കും കാറ്റ് 6A കേബിൾ എന്ന് പറയുമ്പോൾ. UTP കേബിളാണ് അതിനകത്ത്. അതായത് അൺഷീൽഡ് ട്വിസ്റ്റർ പെയർ കേബിളുകളാണത്, ഷീൽഡഡ് അല്ല. അപ്പോൾ ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രലായിട്ട് ആ ഒരു ബെൻഡല്ല ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബീഡിങ് വരും. കാറ്റ് 6 കേബിളിൽ തന്നെ കാണുന്ന പോലെ തന്നെ കാറ്റ് 5Eയിലുണ്ട്. ഇത്ര ഒരു കട്ടി കൂടിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു കേബിളാണെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാറ്റ് 6A എന്ന് പറയുന്നത്. അതാണ് കാറ്റ് 6A കേബിൾ. പിന്നീട് വരുന്നത് ഇങ്ങനത്തെ അലൂമിനിയം ഫോയിൽഡ്, അതായത് ഇത് കംപ്ലീറ്റ് ഒരു ഫോയിൽഡിലായിട്ടാണ് വരുന്നത്. അതായത് മൊത്തം കേബിളിനെ, അതായത് ഇതിൻ്റെ ഉള്ളിലും ആ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ബീഡിങ് ഉണ്ട്. അതിന് പുറമെ 8 വയറുകൾ 4 പെയർ കേബിൾസും ഉണ്ട്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു അലൂമിനിയം ഫോയിൽഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് കാറ്റ് 6 SFTP കേബിളുകളാണ്. അതായത് ഷീൽഡഡ് കേബിളുകളാണ്. ഷീൽഡഡ് ഫോയിൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫോയിൽഡായിട്ട് ആ ഒരു കവറിങ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഷീൽഡ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ സഞ്ചരിക്കാനായിട്ട്, അതായത് ഇൻ്റർഫറൻസ് മാക്സിമം കുറയും. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോൾ 10 Gbpsൻ്റെ സ്പീഡ് ആണെങ്കിൽ ഷോർട്ടർ ഡിസ്റ്റൻസിലും ലോങ് 100 മീറ്റർ വരെയൊക്കെ നമുക്കത് ഡിസ്റ്റൻസിൽ വലിക്കാനായിട്ട് ഈ ഒരു കാറ്റ് 6ൻ്റെ ഈ ഒരു SFTP കേബിളിന് സാധിക്കും. ഇത് ഔട്ട്ഡോറൊക്കെ വലിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ ഗുണകരമായ ഒന്നാണ് ഈ ഒരു കേബിൾ എന്ന് പറയുന്നത്. ഔട്ട്ഡോർ വലിക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കവറിങ് ഉള്ളതുകൊണ്ട് ഈ ഒരു നമ്മുടെ വെയിൽ, മഴ എന്ന് തുടങ്ങിയുള്ള പ്രകൃതിയുടെ ആ ഒരു ഇൻ്റർഫറൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊക്കെ അതെല്ലാം വളരെ കുറക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു കാറ്റ് 6ൻ്റെ SFTP കേബിള്. ഷീൽഡഡ് ഫോയിൽഡ് ട്വിസ്റ്റർ പെയർ കേബിളാണിത്. പിന്നെ അതുപോലെ തന്നെ കാറ്റ് 6ൻ്റെ ഡബിൾ ജാക്കറ്റ് കേബിളാണിത്. 2 ജാക്കറ്റ്, അതായത് ഈ 2 കവറിങ് വരുന്നതുകൊണ്ടായിരിക്കും അതങ്ങനെ പറയുന്നത്. ഈ ഒരു ഔട്ട്ഡോർ വലിക്കുന്നത്, അതായത് നോർമലി നമ്മുടെ ആ 8 വയർ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് പുറമെ സെൻട്രലായിട്ട് ഒരു അലൂമിനിയം ഒരു ഷീൽഡ് ഇതിനകത്തും വരുന്നുണ്ട്, സെൻട്രലായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് ബീഡിങ് വരുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു കേബിളിൻ്റെ ശക്തിയിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള 8 വയറുകൾ, അതായത് 4 പെയർ കേബിളുകൾ വരുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു ഡബിൾ ജാക്കറ്റാണ്, 2 ജാക്കറ്റുമായിട്ട് പൊതിഞ്ഞൊരു ഔട്ട്ഡോർ കേബിളാണ്. അത്യാവശ്യം വലിക്കാൻ പറ്റിയൊരു കേബിൾ തന്നെയാണ് ഈ കാണുന്നത്. ഔട്ട്ഡോറായിട്ട് വലിക്കുന്നത് ഇതിന് കാറ്റ് 6 ഔട്ട്ഡോർ ഡബിൾ ജാക്കറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കാണാണ് കാറ്റ് 6 ഔട്ട്ഡോർ ആമേഡ് കേബിൾ. ഇത് കുറച്ചും കൂടി അണ്ടർഗ്രൗണ്ടൊക്കെ നമ്മൾ വലിക്കുമ്പോൾ, UG വലിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൊക്കെ വലിക്കുമ്പോഴാണ്
നമ്മൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ വലിക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ഒരു കവറിങ്ങാണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് അനങ്ങില്ല. നമുക്ക് എന്തോരം ബലം പിടിച്ചാലും ഈ ഒരു വയർ ഒട്ടും തന്നെ അനങ്ങില്ല. അപ്പോൾ ഇതിന് ഡബിൾ ജാക്കറ്റൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കുറച്ചൊക്കെ അനക്കാൻ സാധിക്കുമെങ്കിലും ഇത് നമുക്ക് ഒട്ടും അനക്കാൻ സാധിക്കില്ല. ഇത് നമുക്ക് ഒരു അണ്ടർഗ്രൗണ്ട് വലിക്കുമ്പോഴൊക്കെയാണ് അത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അതുപോലത്തെ ആമഡ് കേബിൾസുമാണ് നമ്മൾ അങ്ങനെ അണ്ടർഗ്രൗണ്ട് വലിക്കുമ്പോഴാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഔട്ട്ഡോർ വലിക്കുമ്പോഴും ഇതുപോലത്തെ ഡബിൾ ജാക്കറ്റ് Cat 6 കേബിളുകൾ തന്നെ വലിക്കുക. ഇതും Cat 6 തന്നെയാണ്, പക്ഷേ ഇത് ആംഡ് കേബിളാണ്. അതായത് Cat 6 ഔട്ട്ഡോറിൻ്റെ ആർമേഡ് കേബിളാണ്. അതുപോലെ തന്നെ ഇത് ഡബിൾ ജാക്കറ്റ് കേബിളാണ്. പിന്നെ ഈ കാണുന്നത് ഒരു CCTV കേബിളാണ്. ഇത് നമുക്ക് നെറ്റ്വർക്ക് ടെക്നീഷ്യൻസിന് ആവശ്യം വരില്ല. അതായത് ഒരു കോപ്പർ വയറും അതുപോലെ തന്നെ 3 ഇലക്ട്രിക്കൽ വയർ കടത്തിവിടാനുള്ള കോപ്പറായിട്ടുള്ള ഒരു കോയാക്സിൽ വയറാണിത് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഫൈബറിൻ്റെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫൈബറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഫൈബറാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ആ ഫൈബറാണ് വന്നിരിക്കുന്നത്. അതിനൊരു ബീഡിങ് ഉണ്ടാവും. അതിന് പുറമെ ഇതുപോലെ തന്നെ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു കവറിങ് ഇതിനകത്തുണ്ട്. ഇതും ഒരു ആമഡാണ്, ആമഡ് ഫൈബർ കേബിളാണ് ഈ കാണുന്ന Ciscoൻ്റെ. ഇത് തന്നെ F12ൻ്റെയും F6 F12ൻ്റെയൊക്കെ വേറൊരു ആമഡ് കേബിളാണ് ഈ കാണുന്നത്. ഫൈബർ കേബിളാണ് ഈ കാണുന്നത്. ഇത് ആമഡല്ല, ഫൈബർ കേബിളാണ്. ഈ കാണുന്നതൊക്കെയാണ് ആമഡ് കേബിൾ. അപ്പോൾ ഈ Cat 6ൻ്റെ കാര്യം തന്നെ ഒന്നുകൂടി നമുക്ക് പറയാം. അതായത് ഇത് Cat 5e ആണ്. അതിനുശേഷം Cat 6 വരുന്ന Cat 6 ആണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതും നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളും ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ളതും Cat 6 ആണ്. നല്ല അത്യാവശ്യം നല്ല സ്പീഡും Cat 6ന് ലഭിക്കും. Cat 6 തന്നെ കുറച്ചുകൂടി ഇതാണ് Cat 6a എന്ന് പറയുന്ന Cat 6a UTP കേബിൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് പുറമെ Cat 6ൻ്റെ തന്നെ ഫോൾഡഡ് ആയിട്ടുള്ള, അതായത് പൊതിഞ്ഞ് വരുന്ന Cat 6ൻ്റെ തന്നെ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടിയതാണ്. Cat 6 തന്നെ ക്വാളിറ്റി കൂടിയ 2 കേബിൾസാണ് Cat 6eയും Cat 6ൻ്റെ ഈ ഫോൾഡായിട്ടുള്ള SFTP കേബിളും വരുന്നത്. പിന്നെ അതിന് കഴിഞ്ഞിട്ടുള്ളതാണ് ആർമഡ് കേബിളുകൾ. ഒന്ന് ഇത് ആർമഡ് കേബിളാണ്. ഇത് ഡബിൾ ജാക്കറ്റാണ്, പുറത്ത് വലിക്കാനായിട്ടുള്ള ഡബിൾ ജാക്കറ്റാണ്. Cat 6ൻ്റെ തന്നെ ഡബിൾ ജാക്കറ്റാണ്. ഇത് ആർമഡാണ്. ഇത് നമ്മൾ CCTV കേബിൾ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞത് നോർമൽ ഫൈബറിൻ്റെ ആർമഡ് കേബിൾസാണ് ഈ പറയുന്നത്. ഇത് നോർമൽ ഫൈബർ കേബിളും. അപ്പോൾ ഇത്തരം കേബിളുകളാണ് നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം കേബിൾസാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നെറ്റ്വർക്കിംഗ് CCTV വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.